ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം നമുക്കൊരു 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് ബിസിനസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പക്ഷേ കേൾക്കുന്ന നിങ്ങൾക്ക് മാസം 5 ലക്ഷം 10 ലക്ഷം എന്ന് പറഞ്ഞാൽ എങ്ങനെ അതൊക്കെ ഒരു പോസിബിളാണോ എന്നൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും 5ഉം 10ഉം അല്ല, അതിൻ്റെ മുകളിലോട്ടും ഒരു മാസം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള കാര്യം നിങ്ങൾക്കും മനസ്സിലാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ഇക്ബാൽ ഉസു, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ എങ്ങനെയാണ് ഒരു മാസം 5 ലക്ഷം രൂപ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പക്ഷേ സാധാരണ ഇതുപോലെയുള്ള വീഡിയോകൾ നമ്മൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ വലിയ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ബിസിനസ് വീഡിയോസ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, അതൊക്കെ പോസിബിളാണോ? നമ്മൾ പലപ്പോഴും ചെറിയ ഒരു എമൗണ്ട് വരെ എത്തിക്കിട്ടാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. പക്ഷേ ചില ബിസിനസ്സുകൾ അങ്ങനെയാണ്. ഓക്കെ, നമ്മൾ ആ ബിസിനസ്സിനെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെയാണ് അതിൻ്റെ റിട്ടേൺസ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്ന് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് കുന്നംകുളം എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് അറിയും എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആ പരിസരത്തുള്ളവർ, അല്ലെങ്കിൽ കുന്നംകുളവുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്നവർ, ആ വഴിയിലൂടെ ഒക്കെ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കും ഈ വീഡിയോയിൽ കാണുന്ന അതേ വിഷ്വൽസ് നിങ്ങൾക്കും നേരിട്ട് പോയി കാണാൻ കഴിയുന്ന വിഷ്വൽസാണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ ഇതിന് തൊട്ട് മുന്നേ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ഏത് എടുത്താലും 10 രൂപ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് സെയിലിനെ കുറിച്ചിട്ടുള്ള ബിസിനസ്സായിരുന്നു. അപ്പോൾ അതിലും ഒരുപാട് ആളുകൾ നല്ല പോസിറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത കണ്ടൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 10 രൂപയ്ക്ക് വിൽക്കുന്ന, ഏതെടുത്താലും 10 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടും ആ ഒരു ബിസിനസ് രീതിയെക്കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. പക്ഷേ ഈ വീഡിയോ എന്ന് പറയുന്നത് ഏതെടുത്താലും 180 രൂപ എന്ന നിരക്കിൽ, ഏതെടുത്താലും നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത്, അത് കുന്നംകുളം ഒനീറോ ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്ന, ഒനീറോ വെഡ്ഡിങ് ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്ന സെയിം ബിൽഡിംഗ് ആണ് നമ്മളിപ്പോൾ ഈ കാണുന്ന പ്രൊഡക്റ്റിലിരിക്കുന്ന ബിൽഡിങ്. ഇപ്പോൾ ഒനീറോ അവിടെ ഇല്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള തമിഴ്സാണ് അവർ ഫുൾ ആളുകളും. ഓക്കെ, അപ്പോൾ അവർ തമിഴ്നാട്ടിൽ നിന്നും ചെന്നൈയിൽ നിന്നും പല സ്ഥലത്തു നിന്നും, നമുക്കറിയാമല്ലോ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് പ്ലാസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനികൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ചെരുപ്പ് മാനുഫാക്ചേഴ്സും എല്ലാം നമുക്കറിയാം. തമിഴ്നാട് എന്ന് പറയുന്നത് ഒരുപാട് മാനുഫാക്ചറിങ് കമ്പനികളുടെ ഒരു ഭയങ്കരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്ത് കൊടുക്കുന്നുകൊണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ എത്രയോ ലാഭമാണ് നമ്മൾ മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഡയറക്റ്റ് എടുക്കുമ്പോൾ. അപ്പോൾ അവിടെ പോയിട്ട് ഈ പറയുന്ന രീതിയിൽ ഒരു മനുഷ്യർ അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യന്മാർ നമ്മുടെ ലൈഫിൽ നമ്മൾ ഡെയിലി ആയിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ ഒരു വൻ ശേഖരം. ഓക്കെ, അതിൽ ബാത്റൂം, ബെഡ്റൂം, ഹാള്, അല്ലെങ്കിൽ മിറ്റത് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഷോപ്പ്, വിദ്യാഭ്യാസം, എന്തൊക്കെ വേണം, ന്യൂ ബോൺ ബേബീസിന് വേണ്ടത്, അങ്ങനെ നമ്മൾക്ക് എന്തൊക്കെയാണോ നമ്മൾക്ക് ആവശ്യമുള്ളത് ആ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതെടുത്താലും 180 രൂപ എന്ന നിരക്കിലേക്ക് ഒരു സൂപ്പർ സെയിൽ അല്ലെങ്കിൽ ഒരു സൂപ്പർ മെഗാ ഓഫർ രീതിയിൽ ഒരു ബെസ്റ്റ് ബിസിനസ്സാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നമുക്കും ചെയ്യാം. അതെങ്ങനെയാണ്? ഈ സെയിം മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് നല്ല മാനുഫാക്ചേഴ്സിനെ കണ്ടെത്തിക്കൊണ്ട്, അപ്പോൾ പ്ലാസ്റ്റിക് മാനുഫാക്ചേഴ്സിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട്, ഞാൻ കുറേ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് പാത്രങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്ലാസ്റ്റിക് മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് അത്യാവശ്യം ഒരുപാട് 1000-ലധികം ഡിസൈൻസ് മോഡലിലുള്ള വ്യത്യസ്ത സംഭവങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്.
അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന പറഞ്ഞ പോലെ എല്ലാ സംഭവങ്ങളും നമ്മൾ സാധാരണ നമ്മൾ മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും പല മാനുഫാക്ചറിങ് കമ്പനികളുണ്ട് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ പലയിടത്തും നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുണ്ട്. അപ്പോൾ അതുപോലെയുള്ള മാനുഫാക്ചറിങ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവിടുന്ന് നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി ഇതുപോലെയുള്ള വളരെ വിശാലമായിട്ടുള്ള അത് നിങ്ങൾക്ക് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ഹൈവേയുടെ സൈഡോ അല്ലെങ്കിൽ മറ്റു ഒരു ഏതെങ്കിലും സെൻട്രൽ ടൗണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആളുകൾ വരാൻ സാധ്യതയുള്ള ഒരുപാട് ക്രൗഡ് വരാൻ ചാൻസുള്ള സ്പോട്ടുകളിൽ നിങ്ങൾക്ക് ഒഴിഞ്ഞ ഒരു സ്ഥലം കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ സ്ഥലം ലീസിനെടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഒരു ഷെഡൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ അത്രയും വിശാലമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രത്തോളം ഇല്ലെങ്കിലും കുറച്ചും കൂടി കുറഞ്ഞാലും കുറച്ചും കൂടി വിശാലമായിട്ടുള്ള കട റൂമുകളോ അല്ലെങ്കിൽ മറ്റേ ഹാളുകളോ അല്ലെങ്കിൽ അതുപോലെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ എംപ്റ്റി സ്ഥലമാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഷെഡൊക്കെ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്. കാരണം ഇതിനുള്ളിലത്തെ ക്രൗഡ് എന്ന് പറയുന്നത് അത്രയും ക്രൗഡായിരുന്നു. കാരണം എല്ലാവർക്കും ആവശ്യമുള്ള സാധനങ്ങൾ അതിനുള്ളിൽ കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വളരെ എന്താ പറയുക, നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൈസ് റേഞ്ചാണ് നമുക്ക് ഫീൽ ചെയ്യുക ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. കാരണം പല സാധനങ്ങളും നമ്മൾ കാണുമ്പോൾ 180 രൂപയാണെങ്കിൽ പോലും പല സാധനങ്ങളും നമ്മൾക്ക് അതിനേക്കാൾ മുകളിലോട്ട് വാല്യൂ ഫീൽ ചെയ്യുന്ന രൂപത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഇറക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ കഴിഞ്ഞ 10 രൂപ വീഡിയോ ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരിക്കലും നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആ എമൗണ്ട് പ്രൊഡക്റ്റ് നമ്മൾ അവരിൽ നിന്ന് വാങ്ങുന്ന എമൗണ്ടിനേക്കാൾ കൂടുതൽ വാല്യൂ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ പക്ഷേ ഇതെല്ലാം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചീപ്പ് റേറ്റിന് നമുക്ക് ഈ സാധനങ്ങളെല്ലാം കിട്ടും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇതുപോലെ രീതിയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ചെറിയൊരു ഫണ്ടിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ടൈം കുറച്ച് ഫണ്ട് ഇറക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു സംഭവം പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാസം ഒരു 5, 10, 15 ലക്ഷം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ആ ഒരു 5, 10 ലക്ഷം രൂപ മാസം നമ്മൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു ഫണ്ട് നമ്മൾ ക്യാപിറ്റലായിട്ട് കാണേണ്ടതുണ്ട്. കാരണം ഇത്രയും വിശാലമായിട്ടുള്ള സ്ഥലം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വിശാലമായിട്ടുള്ള സ്ഥലത്തിലേക്ക് നമ്മൾക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷേ ആ ഒരുപാട് സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾക്ക് വളരെ ചീപ്പ് റേറ്റിനായിരിക്കും കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്കിൽ കൂടിയും നമ്മൾക്ക് നല്ലൊരു എമൗണ്ട് നമ്മൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. പക്ഷേ ഇതിനെ നമ്മൾക്ക് ഇതേപോലെ തന്നെ ഇതേ ഒരു സംഭവം തന്നെ നമ്മൾ കുറച്ചും കൂടി ചെറിയ രീതിയിലേക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റി പിടിച്ചിട്ട് നമ്മൾക്ക് നമ്മുടെ അടുത്തുള്ള ഫണ്ടിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റി പിടിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ടൗണിലോ സെൻറ്ററിലോ എവിടെയൊക്കെ നമുക്ക് ക്രൗഡ് ഫുൾ ആയിട്ടുള്ള ഏരിയകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾക്ക് ഇതിൻ്റെ ഒരു ചെറിയ വേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഫണ്ട് ഇറക്കാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് ആ ഒരു ബിസിനസ് എമൗണ്ടിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഇതുപോലുള്ള ഇതിൻ്റെ ഒരു വിശാലതയും അല്ലെങ്കിൽ ഇത് എത്രത്തോളം ചെറുതും വലുതാവുന്നത്. ഓക്കെ, പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ഇതിലേക്ക് ഇറക്കുന്ന പൈസ ഒരു കാരണവശാലും അത് വേസ്റ്റായി പോവില്ല, അതിൽ നിങ്ങൾക്ക് ലോസ് ഉണ്ടാവില്ല. ഇതൊരു 100% സക്സസ്ഫുൾ ബിസിനസ്സാണെന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് മുന്നിൽ നമുക്കറിയാം. നമ്മുടെ തൊട്ടടുത്തുള്ള ടൗണുകളിലും പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതുപോലെയുള്ള 199, അതേപോലെ തന്നെ 199, അതേപോലെ തന്നെ ഒരുപാട് ഇതുപോലുള്ള ഫിക്സഡ് പ്രൈസിൽ ഒരൊറ്റ പ്രൈസിൽ നമ്മൾക്ക് ഏതെടുത്താലും 99, ഏതെടുത്താലും 199 എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെയുള്ള സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഈ ഒരു സ്ഥാപനത്തിൽ പറയുന്നത് 180 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെടുത്താലും 99, അപ്പോൾ അതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഏതെടുത്താലും 199, അപ്പോൾ നിങ്ങൾക്ക് അത്രയും ഇതിലുള്ള പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്താൽ മതി. അത് നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ടിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ബെസ്റ്റ് സംഭവമാണിത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചും സ്റ്റഡി ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക, നിങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ.